നിങ്ങൾ വിചാരിച്ചോ അത് അവസാനിച്ചെന്ന്? നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ ഒരു സംസ്ഥാന ഭരണം കയ്യിൽ കിട്ടിയാലോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വന്ന് താക്കീത് നൽകിയാലോ അതില്ലാതായി പോകുമെന്ന്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലോകം എത്രയൊക്കെ മാറിയാലും സാങ്കേതിക വിദ്യ എവിടെയൊക്കെ എത്തിയാലും പ്രകൃതി നിയമം പോലെ മാറ്റമില്ലാതെ തുടരുന്ന ഒന്നുണ്ട് ഈ ഭൂമിയിൽ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും ഗ്രൂപ്പിസവും തമ്മിലടിയും. പറഞ്ഞു വരുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ചാണ്. നമ്മളൊക്കെ വിചാരിച്ചത് എന്താ? ഈ പരസ്പരം ചെളിവാരി എറിയലും സ്വന്തം അണികളെ കൊണ്ട് മറ്റ് നേതാക്കളെ കൂവിപ്പിക്കലുമൊക്കെ നമ്മുടെ കേരളത്തിലെ ഗദറിട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ മാത്രം കുത്തക അവകാശമാണെന്നല്ലേ? കെ സുധാകരൻ ഒരു വഴിക്ക് നോക്കുമ്പോൾ VD സതീശൻ മറുവഴിക്ക് നോക്കുന്നു. രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് യോഗം വിളിക്കുമ്പോൾ KC ഗ്രൂപ്പിന്റെ ആൾക്കാർക്ക് അടുത്ത തന്ത്രം മെനയുന്നു. നമ്മൾ ഇതൊക്കെ കണ്ട് മലയാളി കോൺഗ്രസുകാരെ മാത്രം അങ്ങ് കുറ്റം പറഞ്ഞു. പക്ഷേ സാക്ഷാൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള കോൺഗ്രസുകാരന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമുണ്ട്. അതാണ് തമ്മിലടി. അതിന് അതിർവരമ്പുകളില്ല, ഭാഷാ വ്യത്യാസമില്ല. ഇപ്പോഴിതാ നമ്മുടെ അടുത്ത് കർണാടകയുടെ മണ്ണിൽ നിന്ന് വലിയൊരു ബോംബ് പൊട്ടിയിരിക്കുകയാണ്. അതും സാധാരണക്കാരനല്ല, ഡൽഹിയിലെ സാക്ഷാൽ വലിയേട്ടൻ വന്ന് മൈക്കിലൂടെ അലറിയ അലർച്ചയിലാണ് ഇപ്പോഴും അവിടുത്തെ നേതാക്കളുടെ ചെവി അടഞ്ഞിരിക്കുന്നത്. അണികളെ നോക്കി നേതാവ് വിളിച്ച വിളി, അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്താണ് ആ വിളി? ആരാണത് പറഞ്ഞത്? എന്തിനാണ് അണികളെ ഇങ്ങനെ വിളിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. സ്ഥലം ബംഗളൂരുവാണ്. കോൺഗ്രസിന്റെ സങ്കല്പ സമാവേശം എന്ന വലിയൊരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. സ്റ്റേജിൽ നോക്കുമ്പോൾ വമ്പൻ സ്റ്റാഫുകളുണ്ട്. AIC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉണ്ട്, പിന്നെ മുഖ്യമന്ത്രി DK ശിവകുമാർ ഉണ്ട്. അങ്ങനെ എല്ലാ നേതാക്കളും എല്ലാം വളരെ ശാന്തമായി ഗാന്ധിയൻ തത്വങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ കോൺഗ്രസുകാർക്ക് ഒരു യോഗം ശാന്തമായി കണ്ടു തീർക്കാൻ പറ്റിയാൽ അത് കോൺഗ്രസ് അല്ലാതായി പോകില്ലേ? സ്റ്റേജിന് താഴെ ഇരുന്ന പാവം DK ശിവകുമാറിന്റെ അണികൾ പെട്ടെന്ന് ഗ്രൂപ്പ് ബോധം ഉണർത്തി. അദ്ദേഹം ഇപ്പോഴല്ലേ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ പിന്നെ അണികൾക്ക് ആവേശം കൂടും. അവർ എഴുന്നേറ്റ് നിന്ന് തൊണ്ട പൊട്ടും ആറുച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. DK കർണാടകയുടെ സിംഗം DK. സ്റ്റേജിലിരുന്ന മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖം അതോടെ കറുത്തു. മുഖ്യമന്ത്രി DK ശിവകുമാർ അണികളോട് മിണ്ടാതിരിക്കുകയെന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ സന്തോഷം കാണും. കണ്ടോളോ എൻ്റെ പവർ, ഞാൻ മുഖ്യമന്ത്രിയായിട്ടും എൻ്റെ അണികളുടെ ആവേശം കുറഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ. പക്ഷെ ഇവിടെയാണ് കളി തിരിഞ്ഞത്. പ്രവർത്തകരുടെ ഈ അച്ചടക്കമില്ലായ്മ കണ്ട് കലിപ്പായ സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെ മൈക്ക് കയ്യിലെടുത്തു. എന്നിട്ട് സ്റ്റേജിൽ നിന്ന് അലറിയ അലർച്ച കേട്ട് ഡൽഹി വരെ നടുങ്ങിപ്പോയി. അദ്ദേഹം കന്നഡയിൽ ആക്രോശിച്ചു, മിണ്ടാതിരിക്കൂ, താഴെയിരിക്കൂ. രാജ്യം മുഴുവൻ നിങ്ങളുടെ കൈകളിൽ വന്നതുപോലെയാണല്ലോ പെരുമാറുന്നത്, ഉപയോഗശൂന്യരായ കൂട്ടരേ എന്ന്. ആഹാ, എന്തൊരു മാസ് ഡയലോഗ്! സ്വന്തം വോട്ടർമാരെയും പാർട്ടിയെ ജയിപ്പിച്ച പ്രവർത്തകരെയും പരസ്യമായി ഉപയോഗശൂന്യർ എന്ന് വിശേഷിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷന് കഴിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ജനങ്ങൾ ചെയ്ത തെറ്റെന്താ? പുതിയ മുഖ്യമന്ത്രിയെ ഒന്ന് ജയ് വിളിച്ച് പൊക്കി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും അവരുടെ ഈ ശൈലി മാറ്റാത്തത് എന്നാണ്. ഖാർഗെജി അവിടെ കൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരാൾ വന്ന് ഒരു പേര് വിളിക്കുന്നു, മറ്റൊരാൾ വന്ന് വേറെ പേര് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മാലിന്യം തുടച്ചു മാറ്റാൻ മാത്രമാണോ എന്ന്? കോൺഗ്രസിന്റെ ബ്യൂട്ടി അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് എന്നാൽ ഒരു ഗ്രൂപ്പ് നേതാവ് സംസാരിക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പുകാരൻ ചുമയ്ക്കണം. സ്വന്തം നേതാവിനെ കണ്ടാൽ മറ്റുള്ളവരുടെ ചെവി അടച്ചു പോകുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കണം. ഇതല്ലേ അന്നും ഇന്നും നിങ്ങളുടെ പാർട്ടി സംസ്കാരം? കർണാടകയിൽ 2023 അധികാരം കിട്ടിയ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ കസേര കളി. സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് അദ്ദേഹം രാജിവെച്ചതും ജൂണിൽ DK ശിവകുമാർ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതും. കസേര മാറിയെങ്കിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് മാറിയിട്ടില്ല. ഹൈക്കമാൻഡ് ഡൽഹിയിൽ വന്ന് രണ്ടുപേരെ കെട്ടിപ്പിടിച്ച് എല്ലാം ശുഭം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടും. പക്ഷേ ആ ഫ്ലൈറ്റ് ബംഗളൂരുവിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും അടുത്ത പാര പണിത് കഴിഞ്ഞിരിക്കും. കേരളത്തിലെ ഗ്രൂപ്പ് കളി കണ്ട് തല പൊകിക്കുമ്പോഴാണ് കർണാടകയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ കോലാഹലം നടക്കുന്നത്. അതായത് ഇന്ത്യയിൽ എവിടെയൊക്കെ കോൺഗ്രസിന് ഭരണം കിട്ടുന്നോ അവിടെയൊക്കെ ജനങ്ങളെ ഭരിക്കുന്നതിന് പകരം അവർ തമ്മിൽ തല്ലി സമയം കളയും എന്ന് ഉറപ്പാണ്. പ്രവർത്തകരെ ഉപയോഗശൂന്യർ എന്ന് വിളിച്ച് അപമാനിച്ച ശേഷം ഖാർഗെജി അവസാനം ഒരു ഭീഷണി മുഴക്കി. ഓർത്തു വെച്ചോ, ഇവിടെ ആരൊച്ച വെച്ചാലും ദൃശ്യങ്ങൾ ക്യാമറയിലുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ ഓരോന്നായി പരിശോധിച്ച് ഞാൻ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന്.
എന്തൊരു തമാശയാണിത്. പാർട്ടിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം പാരവെക്കുന്ന വലിയ വലിയ നേതാക്കൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ഈ ഹൈക്കമാൻഡിന് ത്രാണിയില്ല. എന്നിട്ടാണ് പാവം തൊണ്ടുപൊട്ടി മുദ്രാവാക്യം വിളിച്ച അണികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നടപടിയെടുക്കാൻ പോകുന്നത്. കർണാടകയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2028 മെയ് മാസത്തിലാണ്. അതിനു മുൻപ് പാർട്ടിയിലെ ഈ അടി തീർക്കാൻ ഹൈക്കമാൻഡ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കസേര പങ്കിട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയും ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ. ഭരണ നേതൃത്വം മാറിയിട്ടും ഗ്രൂപ്പിസത്തിന് ഒരു മാറ്റവുമില്ല. അതായത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇവർക്ക് കസേര പങ്കിട്ടെടുക്കാനും അടികൂടാനും വേണ്ടിയാണെന്ന് തോന്നുന്നു. ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസ് അവരുടെ പഴയ ശൈലി ഒട്ടും മാറ്റിയിട്ടില്ല. അധികാരം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും, മുഖ്യമന്ത്രി മാറിയാലും ഇല്ലെങ്കിലും തല്ലുറപ്പാണ്. കേരളത്തിലാണെങ്കിൽ അത് ഗ്രൂപ്പ് യോഗത്തിൽ തീരും. കർണാടകയിലാണെങ്കിൽ അത് ദേശീയ അധ്യക്ഷന്റെ മുന്നിൽ തന്നെ വേണം. പ്രവർത്തകരെ ഉപയോഗശൂന്യർ എന്ന് വിളിച്ച ഖാർഗെജിയുടെ ഈ പുതിയ വിവാദം കർണാടക രാഷ്ട്രീയത്തിൽ ഇനി എന്ത് പുകിലുണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും കോൺഗ്രസുകാർക്ക് ഒരു സൗജന്യ ഉപദേശമായിരിക്കും ചിലപ്പോൾ ഇത്. നേതാക്കന്മാരുടെ പേര് വിളിച്ച് തല്ലുകൂടുമ്പോൾ ക്യാമറ നോക്കി മാത്രം തല്ലുകൂടുക, ഇല്ലെങ്കിൽ ഖാർഗെജി വന്ന് ഉപയോഗശൂന്യരെ എന്ന് വിളിച്ച് സസ്പെൻഡ് ചെയ്യും. ഇനി ഇവിടെയാണ് നമ്മൾ ജനങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്. സ്വന്തം പാർട്ടിയിലെ ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ മറ്റുള്ളവർ ഒന്ന് പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഒരാൾക്ക് ഒരു ജയ് വിളിച്ചാൽ അടുത്തയാൾക്ക് അവിടെ കലിപ്പാണ്. സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വാരാൻ നോക്കുന്ന ഇവരൊക്കെ എങ്ങനെയാണ് നാളെ ഒരു രാജ്യം ഒന്നിച്ച് ഭരിക്കാൻ പോകുന്നത്? കഷ്ടമെന്നല്ലാതെ എന്താണ് ഇതിനെ പറയാൻ കഴിയുക? ജനങ്ങളെ ഭരിക്കുന്നതിന് മുൻപ് സ്വന്തം അണികളെയും നേതാക്കളെയും ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇനി ഇതിപ്പോൾ പരിഹരിക്കാൻ ഇനി ആരെയാണോ ഹൈക്കമാൻഡ് എയർലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? രാഹുൽ ഗാന്ധിയോ അതോ മറ്റു നേതാവിനെയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മല്ലികാർജുൻ ഖാർഗെ തന്നെ AICC പ്രസിഡന്റാണ്. പാർട്ടിയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആളാണ് സ്റ്റേജിൽ കിടന്ന് അലറിയത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഈ അടി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിലും വലിയ ഏത് നേതാവ് വന്നിട്ടാണ് ഇത് പരിഹരിക്കുക? ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഇതിലിടപെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അണികളെ ഉപയോഗശൂന്യർ എന്ന് വിളിച്ച പാർട്ടി അധ്യക്ഷൻ, പരസ്പരം കണ്ടുകൂടാത്ത മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും, ഇവരുടെയൊക്കെ ഇടയിലേക്ക് ഇനി രാഹുൽ ഗാന്ധി കൂടി വന്നാൽ തമാശ പൂർണ്ണമാകും. രാജ്യം ഭരിക്കാൻ നടക്കുന്നവരുടെ സ്വന്തം വീട്ടു ചുമരിലെ തല്ല് തീർക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായല്ലോ അല്ലേ? കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാവും. ഇവർക്ക് ശത്രുക്കൾ പുറത്തു നിന്നല്ല, എപ്പോഴും അകത്തു നിന്ന് തന്നെയാണ്. അധികാരം കിട്ടുന്നതുവരെ എല്ലാവരും ഒന്നിച്ച് ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യും. ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിന് വേണ്ടിയുള്ള തല്ലും ബഹളവുമായി. ഇവിടെ ഗൗരവമായി ആലോചിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. സ്വന്തം അണികളെ ഉപയോഗശൂന്യർ എന്ന് പരസ്യമായി വിളിച്ച് ആക്രോശിക്കുന്ന ഒരു ദേശീയ അധ്യക്ഷൻ, സഹപ്രവർത്തകനെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മുഖം കറുപ്പിക്കുന്ന വലിയ നേതാക്കൾ, പരസ്പരം കാണുമ്പോൾ ചിരിക്കുകയും കാണാത്തപ്പോൾ അവരുടെ കുറ്റം പറയുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടം ജനപ്രതിനിധികൾ, സ്വന്തം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോലും ഈഗോയും പോലും ഒന്നൊതുക്കാൻ പറ്റാത്ത, എപ്പോഴും ഒരേ അടിയന്തരാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് നാളെ ഈ വലിയ രാജ്യം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? വലിയൊരു ചോദ്യചിഹ്നമായി ഇത് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കുന്ന സമവായ ഫോർമുലകൾക്കും താൽക്കാലിക വെടിനിർത്തലുകൾക്കും അപ്പുറം താഴെത്തട്ടിൽ പുകയുന്ന ഈ വിഭാഗീയതയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. ഈ ഈഗോ തല്ലുകൾ കണ്ട് മടുക്കുന്ന വോട്ടർമാർ നാളെ ഇവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നാട് ഭരിക്കാനാണ്, അല്ലാതെ നേതാക്കന്മാർക്ക് കസേര പങ്കിട്ടെടുക്കാനുള്ള തല്ലുകൂടൽ കാണാനല്ല. ബംഗളൂരുവിലെ ആ സ്റ്റേജിൽ ഉയർന്ന അലർച്ചകൾ കർണാടക ഭരണത്തെയും പാർട്ടിയുടെ ഭാവത്തെയും അല്ലെങ്കിൽ അതിൻ്റെ ഭാവിയെയും എങ്ങോട്ട് നയിക്കുമെന്നും വരും ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാകും. കോൺഗ്രസിൻ്റെ ഈ ഒരു തമ്മിൽ തല്ലിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.